ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, എന്തോന്നാ എന്നെ സ്വർഗത്തിൽ പറഞ്ഞു വിട്ട അണ്ണൻ എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടല്ലോ. ആ വീഡിയോയ്ക്ക് 1.5 ദിവസം കൊണ്ട് 1,20,000 കൂടുതൽ ആൾക്കാരത് വ്യൂസ് വരികയും പിന്നെ എനിക്ക് 1000 കൂടുതൽ സബ്സ്ക്രൈബും കിട്ടിയ എൻ്റെ വീഡിയോയിൽ വന്ന കുറച്ച് കമൻറ്റുകളും അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും പറയാനാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ നിന്നപ്പോൾ ഞാനോർത്ത് ഇന്നെന്തുവാ വീഡിയോ ഇടുന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചിങ്ങനെ നിന്നപ്പോഴാണ് ഈ കഥ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഇതങ്ങ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് വൈകുന്നേരം 5:30 ആകുമ്പോഴത്തേക്കിനും ഇത് പബ്ലിഷ് ചെയ്യണമല്ലോ, 5:45 പബ്ലിഷ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞ് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ വീഡിയോ എടുത്ത് എൻ്റെ മക്കളുടെ കൈ കൊണ്ട് കൊടുക്കത്തേ ഉള്ളൂ. അവളുമാരാ എനിക്ക് ചാനൽ സെറ്റ് ചെയ്ത് തന്നതും വീഡിയോയുടെ വീഡിയോയുടെ സകല കാര്യങ്ങളും ചാനൽ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നതും എല്ലാ കാര്യങ്ങളും അവളുമാർ 2 പേരും കൂടെ ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരൊറ്റ കാര്യമുള്ളൂ, വീഡിയോ മലയാളത്തിൽ സംസാരിക്കുക, അവരുടെ കൈ കൊണ്ട് കൊടുക്കുക. പിന്നെ തമ്പനയിലും എഴുതുന്നതും പിന്നെ ടൈറ്റിൽ എഴുതുന്നതും അതെൻ്റെ ചൊല്ലി അവളുമാർക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് അത് ഞാനാണ് എഴുതുന്നത്. അങ്ങനെ അതെല്ലാം എഴുതി കൊടുത്തപ്പോൾ ഇന്നത്തെ കാര്യം രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അങ്ങ് കറണ്ട് പോയി കേട്ടോ. കറണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടല്ലോ എൻ്റെ മൊബൈലങ്ങ് സ്വിച്ച് ഓഫ് ആയിപ്പോയി. പിന്നെ ഓർത്ത് വീഡിയോ പബ്ലിഷ് ആകട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു രാത്രി ആയപ്പോഴത്തേക്കിനുണ്ടല്ലോ എനിക്ക് മനസ്സിലങ്ങ് ഏതാണ്ട് പോലെ ഞാൻ വിചാരിച്ചടാ തമ്പനയിലും പിന്നെ ടൈറ്റിലും എഴുതിയതിനകത്ത് ചെറിയ ഡബിൾ മീനിങ് ആൾക്കാർ വിചാരിക്കും തീർച്ചയായിട്ടും എന്ന് വിചാരിച്ച് ഞാൻ ഓർത്ത് അതങ്ങ് മാറ്റിക്കളയാം എന്ന് രാത്രി ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മൊബൈലും എടുത്തുകൊണ്ട് എൻ്റെ പുത്രിമാരുടെ ബെഡ്റൂമിൽ വന്ന് ഞാൻ കഥയെ കുറേ കെട്ടിയിട്ടൊന്നും ഇവളുമാർ കഥ തുറന്നില്ല. ഇവളുമാരങ്ങ് ഉറങ്ങിപ്പോയപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഒരു കാര്യം ചെയ്യാം, രാവിലെ ഈ തമ്പനയിലും പിന്നെ ടൈറ്റിലും ഒന്ന് ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കിന് രാവിലെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മൊബൈൽ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ അമ്പരന്ന് പോയി, അന്തം വിട്ട് കുന്തം തുടങ്ങി. ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ കൂടി വന്നാലൊരു 200-300 വ്യൂസൊക്കെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. എനിക്കാണെങ്കിൽ നേരം വെളുത്തപ്പോൾ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ എന്നെ ഒന്ന് പിച്ച് നോക്കി, ഞാൻ നേര് തന്നെയാണോ എന്ന്. എത്ര 50,000 വ്യൂസും 500 സബ്സ്ക്രൈബറും എനിക്ക് വന്നു. അപ്പോൾ പിന്നെ ഞാനോർത്ത് എന്നാൽ ഇനി തമ്പനയിലും മറ്റേ ടൈറ്റിലും മാറ്റുന്നില്ല, ഇത് തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആ കാര്യം അങ്ങ് കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇങ്ങനെ കമൻറ്റുകളൊക്കെ വരാൻ തുടങ്ങി. കമൻറ്റ് വന്നപ്പോഴത്തേക്കിനും ഒരാൾ എഴുതിയിരിക്കുന്ന എന്തുവാന്നാ ഈ വീഡിയോയെ കൊണ്ട് എന്തുവാ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതെന്ന്. ഞാനും വിചാരിക്കുന്നത് എൻ്റെ വീഡിയോയ്ക്കകത്ത് അങ്ങനെ വലിയ സന്ദേശമൊന്നുമില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അത് എൻ്റെ ലൈഫ് സ്റ്റോറിയാണ്. അതിന് ഞാൻ ഇപ്പോൾ വരെ പറഞ്ഞിരിക്കുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ നടന്നതും എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളും എൻ്റെ ലൈഫ് സ്റ്റോറി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നുമേ ഞാൻ പറഞ്ഞിട്ടില്ല, നടന്ന കാര്യങ്ങൾ മാത്രം. ലൈഫ് സ്റ്റോറിക്കകത്ത് എന്തുവാ ഗുണപാഠം അല്ല സന്ദേശം എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എങ്കിലും മറ്റുള്ളവർക്ക് ഞാൻ അങ്ങനെ അൺപാർലമെൻ്ററി വേർഡ്സുകളോ അല്ലെങ്കിൽ ഡബിൾ മീനിങ് വെച്ചൊന്നും വീഡിയോയിലൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ആ വീഡിയോയ്ക്ക് ഞാൻ ടൈറ്റിൽ കൊടുത്തതും തമ്പനയിൽ കൊടുത്തതും ഞാൻ എൻ്റെ വായ കൊണ്ട് പറഞ്ഞ വാക്കുകൾ മാത്രമേ, ആ കഥയിലുണ്ടായ സംഭവം മാത്രമേ ഞാൻ അതിനകത്ത് ടൈറ്റിലും തമ്പനയിലും കൊടുത്തിട്ടുള്ളൂ. അതിനകത്ത് ഡബിൾ മീനിങ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഇല്ല എന്ന് ഞാൻ ന്യായീകരിക്കുന്നൊന്നുമില്ല. അപ്പം എന്ത് സന്ദേശമാണ്
കാരണം സന്ദേശമൊന്നും ഇല്ലെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഞാനാണെങ്കിൽ വീട്ടിലിങ്ങനെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി എൻ്റെ കെട്ടിയവന് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ ഈ വീടിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ടല്ലോ, ഞാൻ കൂടുതലും കാണാറുള്ളത് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റോറികളാണ് കൂടുതലും കാണുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങ് കരച്ചിൽ വരും കേട്ടോ. എൻ്റെ പിള്ളേരുള്ളപ്പോഴാണെങ്കിൽ അവന്മാർ എന്നെ കൊണ്ട് ഈ ലൈഫ് സ്റ്റോറി കേൾക്കൽ വെപ്പിക്കത്തേ ഇല്ല. എന്നാന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാവരുടെയും ജീവിത ചരിത്രങ്ങളൊക്കെ കേട്ടിട്ട് സങ്കടം വരുമ്പോൾ ഞാൻ ഇരുന്നങ്ങ് കരയുമേ. ഇപ്പോൾ ഇവളുമാരുടെ അടുക്കളയിൽ വന്ന് നോക്കുമ്പോഴുണ്ടോ ഞാൻ കൂടുതലും ഇതൊക്കെ ഇരുന്ന് കേൾക്കുന്നത്. ഞാൻ ആഹാരമൊക്കെ പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും പാത്രം കഴുകുമ്പോഴായാലും തൂക്കലും തുടയ്ക്കുമ്പോഴെല്ലാം എനിക്കാണെങ്കിൽ ഒരിടയ്ക്ക് ഉണ്ടല്ലോ, ഞാൻ സൂറത്തിൽ താമസിച്ചിരുന്നപ്പോൾ എനിക്ക് ഡിപ്രഷൻ്റെ അസുഖം ഇത് വന്നിട്ടുണ്ടല്ലോ. എനിക്ക് 6 മാസത്തോളം ഞാൻ മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ ഡിപ്രഷനിൽ നിന്ന് ഞാൻ ഒരുമാതിരി ഒന്ന് കരകയറിയത്. അതുകൊണ്ടുണ്ടല്ലോ ഞാൻ എൻ്റെ ഇവിടെ മൈൻഡ് ഒരിക്കലും ഉണ്ടല്ലോ എന്തുവാ ഒന്ന് ഇതാകാൻ ഞാൻ സമ്മതിക്കത്തില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കേട്ടു കൂടുതലും 24 മണിക്കൂർ എൻ്റെ ഉറങ്ങുമ്പോഴല്ലാതെ എപ്പോഴും എൻ്റെ മൊബൈൽ ഓണാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൈൻഡ് ഇതായിരിക്കരുത്, കാലിയായിരിക്കരുത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ മൈൻഡിനെ ഇങ്ങനെ ബിസിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലും ലൈഫ് സ്റ്റോറികളാണ് കേൾക്കുന്നത്. അത് കേൾക്കുകയും ചെയ്യും, കൂടെ ഇരുന്ന് കരയുകയും ചെയ്യും. അങ്ങനെ എൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞതെന്നു ചോദിച്ചാൽ അപ്പോൾ നമുക്കൊക്കെ എല്ലാവരും ഓരോരുത്തരുടെയൊക്കെ ലൈഫ് സ്റ്റോറി കേൾക്കുന്നതൊക്കെ ഇഷ്ടമല്ലേ. കൂടുതലും കേൾക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമുക്കൊരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ 40-45 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഒരു വല്ലാത്തൊരു ശൂന്യത പോലൊക്കെ അനുഭവപ്പെടും. എന്തുവാ ഒരു ജീവിതത്തിൻ്റെ വലിയ തിരക്കൊക്കെ കാരണം കുട്ടികളും ഒരുമാതിരി വലുതാവും. ബാച്ചിലറാകുമ്പോൾ നമുക്കിതിനൊന്നും സമയമില്ല. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ വളർത്താനുള്ള ഓട്ടത്തിൽ ഇതൊന്നും നമുക്ക് അത്ര പെട്ടെന്നൊന്നും വലിയ ചിന്തയൊന്നും വരികയില്ല. ഇപ്പോൾ ഒരു 40-45 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞ് ചില ഫ്രീ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കിന് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഓർക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ അത് അപ്പം അങ്ങനെ സന്ദേശം എന്ന് പറഞ്ഞാലൊന്നുമില്ല. പിന്നെ കുറേ പേര് എൻ്റെ വയസ്സ് ചോദിച്ച്. എൻ്റെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ കാണുമ്പോൾ എത്ര വയസ്സാണ് തോന്നുന്നത്, അതാണ് എൻ്റെ വയസ്സ്. എൻ്റെ സ്ത്രീകളോട് പ്രത്യേകിച്ച് വയസ്സൊന്നും ചോദിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ. അങ്ങനെ സ്ത്രീകളോട് വയസ്സൊന്നും ചോദിക്കരുത്. എന്നെ കാണുന്നത് എത്രയാണെന്നോ അതാണ് എൻ്റെ പ്രായം. പിന്നെ വേറെന്തുമായിരുന്നു ചോദിച്ചത്? പിന്നെ ഒരാൾ കമൻറ്റിൽ എഴുതിയിരിക്കുന്ന ചേച്ചി ഇങ്ങനെ കരയരുത്, എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ കരയുന്നത്. ചേച്ചി ഇങ്ങനെ കരയരുത്, ചേച്ചിക്ക് പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ നമ്പർ തരണമെന്നോ എഴുതണമെന്നോ എന്തൊക്കെയോ അങ്ങനെയുള്ള കമൻറ്റ് കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പൈസയുടെ ആവശ്യം എന്തുവാ, എനിക്ക് എൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് പൈസയ്ക്കുള്ള ബുദ്ധിമുട്ടുള്ളൂ. അതായത് എനിക്ക് നല്ല വസ്ത്രങ്ങൾ മേടിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ താമസിക്കുന്ന സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം മിഡിൽ ക്ലാസ് സൊസൈറ്റിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ്സുകാർക്കുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഉള്ളതിനേക്കാൾ ഇച്ചിരി കൂടെ പൊലിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവരുടെ ഒപ്പത്തിനൊപ്പം നിൽക്കണമെങ്കിൽ നല്ല വസ്ത്രങ്ങൾ വേണം, മേക്കപ്പുകൾ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ട് നന്നായിട്ട്. പിന്നെ വീട്ടിലെ ചിലവും കാര്യമോ അല്ല കുട്ടികളുടെ പഠിത്തത്തിൻ്റെ കാര്യമോ അതിനൊന്നും എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല കേട്ടോ. നമ്മളുള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. എനിക്ക് എൻ്റെ സ്വന്തം പേഴ്സണൽ ചിലവിന് മാത്രമുള്ള ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. ഇത്ര നാൾ വരെ എൻ്റെ അമ്മയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അമ്മയ്ക്ക് 10-60 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ച് ഇനി അമ്മയുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിക്കുന്നത് മോശമല്ലേ, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങണമെന്ന് എനിക്ക് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ എനിക്ക് വേറെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും എൻ്റെ നാട്ടിൽ എനിക്ക് ഒരു 2 സെൻറ്റ് സ്ഥലവും ഒരു മുറി ഒരു അടുക്കളയുള്ള ഒരു വീടുണ്ടാക്കണം. അത് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എല്ലാം ശേഖരിച്ച് വെച്ചിട്ട് നാട്ടിൽ ഒരു 2 സെൻറ്റ് സ്ഥലവും ഒരു കുഞ്ഞൊരു വീടും വെക്കുക, അത്രമാത്രമുള്ള എൻ്റെ സ്വപ്നം. എന്താണെന്ന് വെച്ചാൽ
എനിക്കാണെങ്കിൽ ഇത്രയും ബാച്ചിലർ ആയിരുന്നപ്പോഴോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞോ പിള്ളേരെ വളർത്തുന്നതിൻ്റെ ആ ബിസി, എനിക്ക് ഇരട്ട കുട്ടികളല്ലേ, അന്നേരമൊന്നും എനിക്ക് അതിനെപ്പറ്റിയൊന്നും തോന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് 43 വയസ്സുണ്ട് കേട്ടോ. 43 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ആഹാരത്തിനോട് നമുക്ക് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ കയ്യിൽ എന്ത് കിട്ടുന്നു അത് വെന്തെങ്കിൽ വെന്തില്ലെങ്കിൽ ഇല്ല, മധുരം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, അങ്ങനെയുള്ള എല്ലാം കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ നാട്ടിലെ ആഹാരത്തിനോട് വല്ലാത്ത ഒരു ആർത്തി പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇവിടെ ചപ്പാത്തി ഇവിടുത്തെ കറികളൊക്കെ കഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ കരയും, ദൈവമേ നാട്ടിലായിരുന്നെങ്കിൽ ഇച്ചിരി മീനെങ്കിലും കൂട്ടി ചോറ് കഴിക്കാറുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ കടുകെണ്ണയിൽ ഉണ്ടാക്കുന്ന ആഹാരമാണല്ലോ. അപ്പോൾ കടുകെണ്ണ എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത ഒരു മണമൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കും വെളിച്ചെണ്ണയിലുണ്ടാക്കിയ ഒരു ആഹാരം കഴിക്കാനാണെങ്കിൽ നന്നായിട്ട് കൊതി വരുന്നല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും. ഒരു ദിവസമാണെങ്കിലുണ്ടല്ലോ ഒരമ്മയാണെങ്കിൽ യൂട്യൂബിലൊരു വീഡിയോയിലാണ് കേട്ടോ, ഒരമ്മ അമ്മിക്കല്ലിൽ ഇങ്ങനെ ചമ്മന്തി അരച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ മാങ്ങായും പുളിയും ഇഞ്ചിയെല്ലാം വെച്ചിങ്ങനെ ചമ്മന്തി അരയ്ക്കുന്ന വീഡിയോ ഞാനിങ്ങനെ കുനിഞ്ഞിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ വായിൽ നിന്ന് അറിയാറുണ്ടല്ലോ വെള്ളം ഈ മൊബൈലിൻ്റെ പുറത്തോട്ട് ഇറ്റ് വീണ് കേട്ടോ. അപ്പോഴെനിക്ക് മനസ്സിലായത് എൻ്റെ വായിൽ കൂടെ വെള്ളം വന്നത്. അപ്പോൾ അന്നേരം ഉണ്ടല്ലോ ഞാനിങ്ങനെ അങ്ങ് ഇരുന്ന് ഒത്തിരി എനിക്കൊന്ന് സങ്കടം വന്നു. ഞാൻ കരയുകയും ചെയ്തു. ഞാൻ ഓർത്തിച്ചോ നാട്ടിലൊക്കെ ആയിരുന്നു ഇതൊക്കെ കഴിക്കത്തില്ലായിരുന്നു എന്നൊക്കെയുള്ള. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പ്രായമൊക്കെ ആകുമ്പോൾ ഇപ്പോൾ എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ മൊത്തത്തിൽ ഹിന്ദിക്കാർ പിള്ളേരായി. അവർക്ക് മലയാളം പറയാനറിയില്ല, എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെയുള്ള പിള്ളേർ ഇപ്പം കേരളത്തിൽ വരുമെന്ന്. പിന്നെ അവരുടെ അച്ഛനും നോർത്ത് ഇന്ത്യക്കാരനായതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ ഇനിയും കേരളത്തിൽ വരുമെന്നോ സെറ്റിലാകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം അവരവരുടെ വഴി തിരഞ്ഞെടുത്ത് അവരുടെ ജീവിതമൊക്കെ ഇനി നോർത്ത് ഇന്ത്യയിലായിരിക്കും. പക്ഷേ എനിക്ക് വയസ്സാം കാലത്ത് കേരളത്തിൽ വരണമെന്നോ അവിടെ താമസിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ട് ചെറിയൊരു വീടും ഒരു സ്ഥലവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി, എനിക്കത് മാത്രം മതി. അല്ലാതെ അങ്ങനെ പൈസയോ അങ്ങനെയൊന്നും ഞാൻ ആരോടും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. എൻ്റെ യൂട്യൂബ് ചാനൽ വിജയിച്ച് കഴിയുമ്പോഴെനിക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലമൊക്കെ മേടിക്കാൻ പറ്റുമല്ലോ. എനിക്ക് ആവശ്യത്തിന് ഒരുങ്ങാനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ എനിക്ക് സാധിക്കാൻ പറ്റുമല്ലോ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരോടും രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. ബൈ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.